സിവിൽ സർവീസിന്റെ മെയിൻ എക്സാമിൽ 9 പേപ്പറുകളാണുള്ളത്. സിവിൽ സർവീസ് മെയിൻ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ പ്രിലിംസ് എക്സാം പാസ്സാകണം. പാസ്സായി നമ്മൾ മെയിൻസിൽ എത്തുമ്പോൾ 9 പേപ്പർ. ഈ 9 പേപ്പർ എന്തൊക്കെയാണ്? ഇതിൽ ആദ്യത്തെ 2 പേപ്പർ എന്ന് പറയുന്നത് ക്വാളിഫയിങ് പേപ്പർ എന്നാ പറയുക. ക്വാളിഫയിങ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ നിർബന്ധമായി നമ്മൾ എഴുതണം, പാസ്സാകണം. എന്നാൽ പാസ്സായി എന്ന് വെച്ചിട്ട് ടോട്ടൽ മാർക്കിൽ ഇത് കൂട്ടുമോ? കൂട്ടത്തില്ല. പക്ഷെ നമ്മൾ ഈ പേപ്പറിൽ ഫെയിലായ എന്ത് പറ്റും? മൊത്തത്തിൽ നമ്മൾ ഫെയിലായും പോകും. ഈ ക്വാളിഫയിങ് പേപ്പറിൽ ഒന്നത് പറയുന്നത് ഇംഗ്ലീഷ് ആണ്, രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇതിന് രണ്ടിനെയും ഒരു ലാംഗ്വേജ് പേപ്പർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് 1 and 2. ഇനി വരുന്ന 4 പേപ്പറുകൾ, ഈ 4 പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ എന്നാ പറയുക. ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ എക്കണോമിക്സും ടെക്നോളജിയും ഹിസ്റ്ററിയും ഡെവലപ്മെന്റും സയൻസും ഇതൊക്കെ ആയിട്ട് വരുന്ന ജനറൽ സ്റ്റഡീസിന്റെ പേപ്പറാണ് ഈ പറയുന്ന 4 പേപ്പർ. അപ്പൊ ഈ ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ എല്ലാവരും എഴുതേണ്ടത് തന്നെയാണ്. പിന്നെ വരുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് എസ്സേ ആണ്. ഈ എസ്സേയും നിർബന്ധമായിട്ടും എല്ലാവരും എഴുതേണ്ടത് തന്നെയാണ്. അതിനകത്ത് ചോയ്സ് ഒന്നുമില്ല. നമ്മൾ 4 ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ എല്ലാവരും ഒരുപോലെ എഴുതും. എസ്സേയുടെ പേപ്പറും എല്ലാവരും എഴുതും. പിന്നെ വരുന്ന 2 പേപ്പർ, ഈ അവസാനത്തെ 2 പേപ്പറിനെ നമ്മൾ പറയുക ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നാണ്. ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തന്നിരിക്കുന്ന സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സോഷ്യോളജി, ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റിന്റെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ഇത്രയും ആവുമ്പോഴത്തേനും 9 പേപ്പർ ആവും. ഇതാണ് സിവിൽ സർവീസിന്റെ മെയിൻ എക്സാം. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.